ഡീന് എനിക്കറിയില്ല. ഡീൻ ഞാൻ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഡീന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് മകൻ്റെ മരണം, സിദ്ധാർത്ഥൻ്റെ മരണമെങ്കിലും വിളിച്ച് ഇവിടെ അറിയിക്കണമായിരുന്നു. അവൻ്റെ രക്ഷകർത്താക്കൾ അറിയിക്കണം. ഇവിടെ നമ്മൾ ഒരുപാട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആരെയൊക്കെ ബന്ധപ്പെടണമെന്ന്. ഇതിലൊന്നും ഡീന് വിളിച്ചിട്ടില്ല. ഈ മരണം നടന്നിട്ടോ അല്ലെങ്കിൽ മരണം കഴിഞ്ഞിട്ടോ ഒന്നും ഡീൻ നമ്മളെ മാതാപിതാക്കളെ ഡീന് ബന്ധപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഈ 3 ദിവസം ഇത്രയും വലിയ പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്തും ഇത്രയും വലിയ പീഡനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടന്നിട്ട് ഡീൻ ഒരു മതിലിനപ്പുറത്താണ് ഡീനിൻ്റെ വീട് അവിടെ താമസിക്കുന്നത്. ഈ 3 ദിവസവും ഡീന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഡീൻ അവിടുത്തെ വാർഡനാണ്. ഡീന് മാത്രമല്ല, ഡീന് വാർഡനും കൂടെ. അസിസ്റ്റൻ്റ് വാർഡനും ഉണ്ട്, കാന്തനാഥ് എന്ന് പറഞ്ഞിട്ട്, പുള്ളിയും കണ്ടിട്ടില്ല. ഈ തൂങ്ങി നിന്ന ഒരു മൃതദേഹം തന്നെ പറയാം, അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയ ഒരു മൃതദേഹം എന്ന് പറയുന്നു. അതിനെ ഡീൻ അഴിച്ചുകൊണ്ട് പോയി. ഡീൻ അവരെ കൂട്ടാളികളോട് അവിടെയുള്ള ക്രിമിനലിനോട് അഴിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. ഇത് പറയുന്നേ ഉള്ളൂ, ഞാൻ തൂങ്ങി നിന്നത് കണ്ടിട്ട് അഴിച്ചുകൊണ്ട് പോയെന്ന്. ആരും കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല തൂങ്ങി നിന്നിട്ടുണ്ടാകുന്നത്. അവർ പറയുന്ന ഒരു ബാത്റൂമിൽ തൂങ്ങി നിന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ബാത്റൂമിലൊന്നുമല്ല തൂങ്ങി നിന്നത്, ആ റൂമിനകത്തിട്ട് അവർ കൊന്നത് തന്നെയാണ്. റൂമിനകത്ത് കൊന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് ഡീൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഡീനിനെല്ലാം അറിയാം. ഡീനിനറിയാം. ഡീന് കൊണ്ടുപോയത്, തെളിവ് നശിപ്പിച്ചതും എല്ലാം ഡീനാണ്. നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡീനിന് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഡീനിനോട് ചോദിക്കണം, ആരാണ് ഇവിടെ അറിയിച്ചത്. ഇവിടെ അവൻ്റെ വീട്ടിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവൻ്റെ അമ്മാമ്മയോ ആരാണ് അറിയിച്ചത്? അവിടെ നിന്ന് ഡീനാണോ അറിയിച്ചത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉദ്യോഗസ്ഥനാണോ അറിയിച്ചതെന്ന് ചോദിക്കുക. ഇവിടെ അറിയിച്ചില്ല എന്ന് പറയുന്നില്ല. അവിടുത്തെ ഒരു PG സ്റ്റുഡൻ്റ് അറിയിച്ചത്. PG സ്റ്റുഡൻ്റെ കയ്യിൽ നമ്മളെ നമ്പർ ഉണ്ടായിരുന്നു. ഇവിടെ നാട്ടുകാരനാണ്. ആ PG സ്റ്റുഡൻ്റാണ് വിളിച്ച് പറയുന്നത് തന്നെ സിദ്ധാർത്ഥന് ഒരു ചെറിയ എന്തോ പ്രശ്നമുണ്ടായി, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു. ഓക്കെ, വീണ്ടും അവൻ്റെ അമ്മാവനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ. വീണ്ടും അവനെ എടുത്ത് ചോദിച്ച് പറയുന്നത്, ലാസ്റ്റ് പറയുന്നത് സിദ്ധാർത്ഥൻ അവൻ തൂങ്ങി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൂങ്ങി മരിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ആര് കൊണ്ടുപോയി? അത് ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുപോയി, അവൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ കൊണ്ടുപോയി. ഇതാണ് ആദ്യം കിട്ടുന്ന വിവരം. അവിടെ ചെന്ന് ഡീനിനോട് ചോദിച്ചു, അവൻ്റെ അമ്മാവനായ ഷിബു ചോദിച്ചു, ഡീനിനോട് ചോദിച്ചു, ഡീൻ സാർ എന്താ അവിടെ പ്രശ്നം, എങ്ങനെയാണ് സിദ്ധാർത്ഥന് സംഭവിച്ചത്? ഡീൻ അപ്പോൾ പറയുന്നു, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് ചോദിക്കുമെന്ന്. അതാ ഡീനിൻ്റെ നിലപാട്. വീണ്ടും ചോദിക്കുന്നു, എന്തെങ്കിലും കാര്യമുണ്ടോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടിയുണ്ടായോ, തൂങ്ങി മരണമാണോ, കൊലപാതകമാണോ, ഇതെല്ലാം ചോദിക്കുന്നു. പുള്ളി ഒറ്റ മറുപടി, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പോലീസിനോട് ചോദിക്കൂ, പോലീസിന് അറിയാതെ മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ അങ്ങനെ പറയുന്നത് എന്താണ്? സിദ്ധാർത്ഥൻ പോലീസ് ക്വാർട്ടേഴ്സിലല്ലല്ലോ താമസിക്കുന്നത്. പോലീസ് ക്വാർട്ടേഴ്സല്ല അവൻ്റെ ഹോസ്റ്റലിൽ. അവൻ്റെ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ കോളേജിനകത്താണ്, അല്ല പോലീസ് ക്വാർട്ടേഴ്സിലല്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലല്ല സിദ്ധാർത്ഥ താമസിക്കുന്നത്. ഡീൻ അങ്ങനെ എന്തിനാണ് പറയുന്നത്? പോലീസിനോട് ചെന്ന് ചോദിക്കാൻ. പോലീസിനോട് നമ്മൾ ചോദിക്കും, നമ്മൾ അതിൻ്റെ ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ കേസ് കൊടുക്കും, അത് വേറെ കാര്യം. എന്നിട്ടാണ് ഈ ഡീന് പറയുന്നത് എനിക്കൊന്നും അറിയില്ല, യാതൊന്നും അറിയില്ല. അങ്ങനെ പറയുന്ന ഡീൻ അത് പുള്ളിക്കുണ്ടായിരുന്ന ആ വീഴ്ച അത് മാറ്റി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇപ്പോൾ പറയുന്നു, ഡീന് ഇവിടെ വന്ന് നമ്മൾ ഒരു കാര്യവും നമ്മളോട് ചോദിച്ചിട്ടില്ല, അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ടില്ല. പിന്നെ ഡീൻ ഇവിടെ വന്നു. സിദ്ധാർത്ഥൻ മരിക്കുന്നത് 18-ാം തീയതി, ഒരു ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡീൻ ഇവിടെ വരുന്നത്. നമ്മളെ ഒന്ന് കാണാനോ എന്തെങ്കിലും ചോദിക്കാനോ ആരെങ്കിലും വിളിച്ച് ചോദിക്കാനോ അതിന് മുമ്പ് പുള്ളി അതിന് മെനക്കെട്ടില്ല. മാതാപിതാക്കളെ കാണാനോ മെനക്കെട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ഒരു ഞായറാഴ്ച ഡീൻ ഇവിടെ വന്നു. ഡീൻ വരുന്നതിന് മുമ്പ് ഒരു നെടുമങ്ങാട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ വീട്ടിൽ വന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടുത്തെ സിദ്ധാർത്ഥൻ്റെ ഡീനിന് ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കെന്ത് കുഴപ്പം, പുള്ളി വരട്ടെ, പുള്ളിയുടെ റൈറ്റ്സ് അല്ലേ ഇവിടെ വരേണ്ടത്, പുള്ളിയുടെ സ്റ്റുഡൻ്റ് തന്നെയായിരുന്നു. അതല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളോ നാട്ടുകാരോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിനാണ് കാണിക്കുന്നത്, അങ്ങനെ ഡീൻ എന്ത് തെറ്റ് ചെയ്തു അങ്ങനെ കാണിക്കണമെങ്കിൽ? അതിനു മുമ്പേ ഡീൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് നല്ലവണ്ണം അറിയാം, എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ല നിങ്ങൾ ചോദിക്കണമായിരുന്നു, ഡീനിന് ഒരു പ്രൊട്ടക്ഷൻ വേണം, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഡ്യൂട്ടി ചെയ്തല്ലോ, ശരി കുഴപ്പമില്ല, പുള്ളി വരട്ടെ എന്ന് പറഞ്ഞു. പുള്ളി വീണ്ടും വന്നു. പുള്ളി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഡീന് വന്നു. ഡീന് വന്നത് എന്താ, നെടുമങ്ങാട് പോലീസിലെ SIയുടെ പ്രൊട്ടക്ഷനോടെ വന്നത്. തിരിച്ചറിഞ്ഞു, പ്രകോപനം ഉണ്ടാകുന്നത് പുള്ളി വിളിച്ചു. അതുകൊണ്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് വന്നത്. ചോദിച്ചത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഓക്കെ, അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യില്ല. പുള്ളി ശരി, ഒന്നും ചെയ്യില്ലാന്നെങ്കിൽ ഡീൻ ഇവിടെ വരികയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോലും നെടുമങ്ങാട് പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് പുള്ളി ഇവിടെ വന്നത്. ഇവിടെ വന്ന് അകത്ത് കയറി
ഞാനും ഒന്നും മിണ്ടിയില്ല, ആരും ഒന്നും മിണ്ടിയില്ല. ശരി, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് പുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പോയി. അല്ല, ഇത്രയും പേടിയുള്ള ഡീൻ എന്തിനാണ് പോലീസ് പ്രൊട്ടക്ഷനോട് വരുന്നത്? ഇല്ലെങ്കിൽ മകൻ്റെ ബോഡിയുടെ കൂടെയെങ്കിലും വരണമായിരുന്നല്ലോ. ഒരു കാര്യം അറിയിച്ചില്ല. ഒരാഴ്ച വരെ ഡീനിൻ്റെ ഭാഗത്തുനിന്ന് ഒറ്റ കാര്യം അറിയിച്ചില്ല. ആ PG സ്റ്റുഡൻറ്റ് മാത്രമേ നമ്മളെ കാര്യം അറിയിച്ചത്. അത് കാര്യം പറഞ്ഞാൽ ഇതുവരെയ്ക്കും ഡീനിന് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശം ശരിക്കും എനിക്ക് തോന്നുന്നു ഡീനിന് കിട്ടിക്കാണില്ല. ഡീനിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? അവർക്ക് ഇതുവരെയ്ക്കും ഡീൻ ഏത് രീതിയിൽ പറയണം, എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഈ പറയുന്ന മാതിരി നമ്മൾ ക്യാപ്സൂൾ പോലെ പറയുന്ന മാതിരി എങ്ങനെ ഡീനെ ഒരു മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പറയണം, ഇതുവരെയ്ക്കും ഡീനിന് നിർദ്ദേശം കിട്ടിക്കാണില്ല. ഇപ്പോഴും ഡീനിന് കൃത്യമായിട്ട് അവിടെ നിന്ന് നിർദ്ദേശം കിട്ടിക്കാണും, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുടെ നിർദ്ദേശം കിട്ടിക്കാണും. ഇങ്ങനെയൊക്കെ പോയി പറയണം, ഈ രീതിയിലേ പറയാവും. കിട്ടി ഏത് രീതിയിൽ പറയണമെന്ന് പറഞ്ഞ് ഡീന് കൃത്യമായിട്ട് പറഞ്ഞു. അല്ലാതെ ഡീനെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നമ്മൾ സമ്മതിക്കില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് 1 മണിക്കൂർ കൊണ്ട് നടന്ന സംഭവമല്ല, 2 മണിക്കൂർ കൊണ്ട് നടന്ന സംഭവമല്ല. ഇത് 3 ദിവസം തുടർച്ചയായി അതും ഒരു റൂമിൽ മാത്രമല്ല, 3 ദിവസം തുടർച്ചയായിട്ട് ഒരു റൂമിലും നടുക്കളത്തിലും വെച്ച് നടന്ന സംഭവം. അവൻ്റെ കരച്ചിൽ തന്നെ 1 കിലോമീറ്റർ വെളിയിൽ കേട്ടെന്നാണ് പറയുന്നത്. അവന് നല്ലവരായ കൂട്ടുകാർ പറയുന്നത് 1 കിലോമീറ്റർ വെളിയിൽ കേട്ടുന്നു. അയാൾ 50 മീറ്റർ അപ്പുറത്ത് ഒരു മതിലിനപ്പുറമായി ഡീൻ എന്ന് പറയുന്ന വാർഡൻ താമസിക്കുന്നത്. അപ്പോൾ ഡീൻ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും? 3 ദിവസം വാർഡൻ ഇല്ലാതാണ്. 3 ദിവസം വാർഡൻ ഇല്ല. എന്തിനാണ് ഒരു കോളേജ് അവിടെ പ്രവർത്തിക്കുന്നത്? എന്തിനാണ് അവിടെ യൂണിവേഴ്സിറ്റി? അതെ, അത് മന്ത്രി പറഞ്ഞത് അങ്ങ് ശരിയായിരിക്കും, അംഗീകരിക്കാനാവില്ലായിരിക്കും. കാര്യമെന്ന് പറഞ്ഞാൽ മന്ത്രി പറയുന്ന കാര്യങ്ങളെല്ലാം VC ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മന്ത്രി പറയാൻ എന്ത് ജോലിയും VC ചെയ്യുമായിരിക്കും. അതുകൊണ്ട് മന്ത്രിക്ക് നല്ലതായിരിക്കും VC. അതുകൊണ്ട് മന്ത്രി പറയുന്നത് ചിലപ്പം അവരുടെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ VC ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇന്ന് രാവിലെ, ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ആ ഡീനിനെതിരെ ഒരു ആക്ഷനും എടുത്തില്ല, കുറ്റക്കാർക്കെതിരെ ആക്ഷൻ എടുത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രസ്താവന പോലും അതുവരെ ഇറക്കിയില്ല. പിന്നെ ഇന്ന് രാവിലെ ഒരു ചാനലിൽ ഞാൻ കണ്ടു, എൻ്റെ മകൻ്റെ ബോഡി 19-ാം തീയതി പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് VC അവിടെ നിന്ന് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക. അതേ കോളേജിൽ അവിടെ നിന്ന് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക അധ്യാപകർക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. എൻ്റെ മകന് പോസ്റ്റ്മോർട്ടം അവിടെ നടക്കുന്നു, VC അവിടെ നിന്ന് അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും പിന്നെ VCക്ക് ഒന്നും അറിയില്ല. അവർ അധ്യാപകരെ ഇതാണ് അപ്ഗ്രേഡ് ചെയ്താണ് വലുത്, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം അല്ല, മകൻ്റെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ അറിയിച്ച് അതിൻ്റെ ഒഫീഷ്യലായിട്ട് എന്ത് കാര്യം ചെയ്യണം അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ VCയെ ഡിസ്മിസ് അല്ല, ഇത് സസ്പെൻഷനിലല്ലോ, ഡിസ്മിസ് ചെയ്യണം, അവിടെ നിന്ന് മാറ്റണം. പുള്ളിക്ക് അവിടെ ഇരിക്കേണ്ട യാതൊരു യോഗ്യതയില്ല. അതല്ല വലുത്. നമുക്കിവിടെ എന്ത് പറയുന്നു, ഒരു പണിമുടക്ക് വന്നാൽ പോലും നമ്മൾ കാണും. ചിലപ്പോൾ പറയും യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റി വെച്ചു, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ മാറ്റി വെച്ചു. നമ്മൾ കേൾക്കും, പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇത് വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ഒരു അപ്ഗ്രേഡ് ചെയ്യണ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഇതൊക്കെ അവർ നിസ്സാരമാണ്, അല്ലെങ്കിൽ അവർ പാർട്ടി നിയന്ത്രിച്ചുകൊണ്ട് പോവുക. പിന്നെ VCക്ക് കയറിയ നടപടി എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ മാത്രം ഒതുക്കിയാൽ പോരാ, പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് മാറ്റണം, സർവീസിൽ നിന്ന് മാറ്റണം.